നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 വർഷം ഏപ്രിൽ 1 മുതൽ 14 തീയതി വരെയുള്ള ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ വിഷുവിന് തലേ ദിവസം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. വിഷുവിന് മുമ്പായിട്ട് ഇവർക്ക് വരുന്ന ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ കുറിച്ചും അതിനെ എങ്ങനെ നേരിടണമെന്നും ഇവർക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണമെന്നുമാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ഫലമാണ്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെയുള്ള ഫലമാണ്, പൊതുഫലമാണ്. അപ്പോൾ ആ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു മനസമാധാനം ലഭിക്കുന്ന മാസമായിട്ടാണ് കാണുന്നത്. മനസ്സിലെ സംഘർഷങ്ങളെല്ലാം കുറഞ്ഞ് മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. പുതിയൊരു കോഴ്സിനൊക്കെ ചേരുവാനും അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്ന കോഴ്സുകളാകാനും പുതിയ പഠന രീതികളിലേക്കൊക്കെ നിങ്ങൾ മാറുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോ നല്ലൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ആരോഗ്യം വളരെ നന്നായിരിക്കും. ഒരു 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുള്ള ആരോഗ്യ അവസ്ഥയൊക്കെ ആയിരിക്കും. മാതാപിതാക്കൾ എന്നാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തകർന്നു കിടന്ന ബിസിനസ്സുകൾ തുടർന്ന് പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ്. അതിനുള്ള സാമ്പത്തിക സഹായവും മറ്റുള്ള സഹായങ്ങളും എല്ലാം നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിനായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സോ പണ്ട് നിങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടു പോയ ബിസിനസ്സുകളൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു അവസരമാണ്. അത് സ്വയം തൊഴിൽ ആവാം, ബിസിനസ് ആവാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതാണ്. തൊഴിൽപരമായിട്ട് നേട്ടമാണ് നിങ്ങൾക്ക് ഈ സമയത്ത് കാണുന്നത്. തൊഴിലിൽ മാറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന ഒരു സമയമാണ്. കേസുകളൊക്കെ ഒത്തുതീർപ്പാവുന്നതാണ്. പോലീസ് കേസുകളൊക്കെ ഉള്ളവർക്ക് അത് ഒക്കെ ഒത്തുതീർപ്പാകുന്നതാണ്. വസ്തുതർക്കങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. ചില സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഉണ്ടായിരുന്ന വീഴ്ചകളൊക്കെ മാറ്റി ആ സാമ്പത്തികം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ്. ചില ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിരുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് വളരെയധികം നേട്ടമുള്ള ഒരു സമയമാണ്. രാഷ്ട്രീയക്കാർക്കൊക്കെ സ്ഥാനമാനങ്ങളും ലബ്ധികളും ഒക്കെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അംഗീകാരം പൊതുജനങ്ങളിൽ കൂടുന്ന ഒരു സമയമാണ്. പൊതുപ്രവർത്തന രംഗത്തെ ഏറ്റവും ചില അസുലഭമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ചില ഉപാധികൾ വെച്ചുകൊണ്ട് നിങ്ങൾ ചില കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തുന്നതാണ്. അങ്ങനെയുള്ള കരാറുകളൊക്കെ നിങ്ങൾക്ക് ഒപ്പുവയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെയധികം വിജയിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായിട്ട് ഈ സമയത്ത് എന്തു ചെയ്താലും അത് വിജയത്തിലാണ് എത്തുന്നത്. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടത്തുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും, ലാഭകരം ആയിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വരുന്നുണ്ട്. ലോട്ടറി ഭാഗ്യം എന്ന് കേൾക്കുന്ന പറഞ്ഞാൽ ഒരുപാട് പണം മുടക്കി നിങ്ങൾ ലോട്ടറി എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യുക. അതായത് ഒരു ലോട്ടറി എടുത്താലും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ളതാണെങ്കിൽ അത് ലഭിച്ചിരിക്കും. ഒരുപാട് ലോട്ടറി എടുത്തൊരിക്കലും പണം കളയരുത്. ഇത് കേട്ടുകൊണ്ട് ഒരു ലോട്ടറി എടുക്കുക, നമ്മുടെ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാവുള്ളൂ. ആരോഗ്യപരമായിട്ട് നിങ്ങൾ വളരെ മേന്മയുള്ള ഒരു സമയത്താണ് ജീവിക്കാൻ പോകുന്നത്. ആരോഗ്യപരമായിട്ട് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ആരോഗ്യം വീണ്ടും കിട്ടുന്നതാണ്. ആരോഗ്യപരമായിട്ട് വീണ്ടും കിട്ടുന്നത് കൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നതാണ്. കുടുംബജീവിതത്തിലൊക്കെ വളരെയധികം സന്തോഷം നിറഞ്ഞ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്കൊക്കെ സന്താനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് കീർത്തി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ജീവിത അഭിലാഷ പൂർത്തീകരണത്തിന് പറ്റിയ ഒരു സമയമാണ്. അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ചില സുന്ദര നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതിലൊന്നും മതിമറന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും കേട്ടും ചെയ്യുക എന്നുള്ളതാണ്. ആരെയും കുറ്റപ്പെടുത്താനോ മുൻപ് നിങ്ങളെ ഉപദ്രവിച്ചവരെ ഉപദ്രവിക്കാൻ പോകുവാനോ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഭാഗ്യം അത് ആസ്വദിക്കുക, അനുഭവിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഈ കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. കഴിയുമെങ്കിൽ ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യം ചെയ്യുക. കാർത്തിക നക്ഷത്രക്കാര് ഇനി മുതൽ
രാവിലെ ഉറക്കം ഉണരുമ്പോൾ കാർത്തിക നക്ഷത്രത്തിന്റെ ബീജമന്ത്രം 7 തവണയെങ്കിലും ഒന്ന് മനസ്സിരുത്തി ജപിക്കേണ്ടതാണ്. ചെറിയൊരു ശബ്ദത്തിൽ ജപിക്കേണ്ടതാണ്. 108 തവണ ജപിക്കാൻ കഴിഞ്ഞാൽ വളരെ ഉചിതമാണ്. ബീജമന്ത്രം നമ്മൾ സ്ക്രീനിൽ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ച പൗർണമിയാണ്. ഈ പൗർണമി ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ശാരീരികമായിട്ടുള്ള വ്രതത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ശാരീരികമായിട്ട് നിങ്ങൾക്ക് വ്രതം ആരോഗ്യം എങ്ങനെയുണ്ടോ ആ രീതിക്ക് എടുത്താൽ മതിയാവുന്നതാണ്. എന്നാൽ മാനസികമായിട്ടുള്ള വ്രതമാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. മാനസികമായിട്ട് വ്രതമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം നമ്മൾ മറ്റാരുടെയും കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നമ്മളുടെ കാര്യങ്ങൾ പോലും ചിന്തിക്കാൻ പാടില്ല. ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലും ദൈവത്തിലും പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആ മതത്തിലെയോ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെയോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അന്നേ ദിവസം പുലരും മുതൽ സൂര്യ അസ്തമനം വരെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജോലിക്ക് പോകാവുന്നതാണ്. ജോലി നിങ്ങളുടെ കർമ്മമാണ്. കർമ്മം ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. എന്നാലും ഇടയ്ക്ക് നമ്മൾക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ദൈവത്തിനെ മാത്രം ഓർക്കുക. ജോലിയിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അന്നേ ദിവസം നോൺ വെജ് ഒഴിവാക്കുക. മത്സ്യ മാംസങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാർത്തിക നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം പകുതി വരെ നിങ്ങൾക്ക് വളരെ നല്ലൊരു ശുഭ സൂചകമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.